ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാംഗോ റെസിപ്പിയാണ് കേട്ടോ. മാമ്പഴക്കാലമൊക്കെ ആണല്ലോ. സോ മാമ്പഴം കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മാമ്പഴത്തിരയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മാമ്പഴത്തിര എന്നാണ് നമ്മൾ പറയാറ്. എൻ്റെ വീട്ടിലിത് ഓൾമോസ്റ്റ് എല്ലാ ഇയറും ഉണ്ടാക്കും. ഇത് ഒത്തിരി നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ചാൽ മതി. ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മാമ്പഴം എടുക്കുക, അത് അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അടിക്കുക. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാമ്പഴമാണ്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് മാമ്പഴം എടുക്കുന്നു, നന്നായിട്ടത് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പായയിൽ പരത്തും. ഞാൻ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ പരത്തുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ പായയിലാണ് പരത്താറ്. പായയിൽ ഇത് പരത്തുക. അതിന് ശേഷം അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ മീതെ ഇതുപോലെ തന്നെ വീണ്ടും മാമ്പഴം അടിച്ചതിടുക. അത് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഉണങ്ങണതിനനുസരിച്ച് നമ്മൾ ഓരോ ലെയറായിട്ട് അതിൻ്റെ മീതെ ഇതുപോലെ മാമ്പഴം അടിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നല്ല വെയിലത്ത് വെക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അമ്മ ഇതിന് മുമ്പ് മാമ്പഴമൊക്കെ ഇതേപോലെ ചെയ്ത് ഒരുവിധം ഉണങ്ങി വന്നേക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മീതെ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുക, നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകമാകുന്നത്. അപ്പോൾ നന്നായി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇതിൽ കട്ട് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക, കഴിക്കുക. ഒത്തിരി നാൾ നമുക്കത് സൂക്ഷിക്കാം. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഇരിക്കാറില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളത് കഴിച്ച് തീർക്കും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.